നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മിനിസ്റ്റർ ഓൺ എ മിഷനിലേക്ക് സ്വാഗതം. മിനിസ്റ്റർ ഓൺ എ മിഷൻ പീപ്പിൾ ടിവിയോട് ചേർന്ന് ടൈംസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഒത്തുള്ള പ്രമുഖരുടെ സംവാദ പരിപാടിയാണ്. ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥാണ്. രവീന്ദ്രനാഥിനും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പ്രൊഫസർ സി രവീന്ദ്രനാഥ്, വിദ്യാഭ്യാസ മന്ത്രി. പാലിയേക്കര കേരളത്തിനായി കരുതിവെച്ച പണ്ഡിത ശബ്ദം. ജനകീയ പങ്കാളിത്ത വികസനത്തിന്റെ രസതന്ത്രം വിജയകരമായി നടപ്പാക്കുന്ന മുൻ രസതന്ത്ര അധ്യാപകൻ. നിയമസഭയിൽ ഇത് 3-ാം തവണ, മന്ത്രിയാകുന്നത് ആദ്യം. 2006 കൊടകരയിൽ നിന്ന് കന്നിയംഗം, 2011 2016 പുതുക്കാട് നിന്നും നിയമസഭയിൽ. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ വികസന പദ്ധതികൾ തന്റെ മണ്ഡലത്തിൽ നടപ്പാക്കി ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിയ വ്യക്തിത്വം. തെരുവോരങ്ങളെ ക്ലാസ് മുറികളാക്കി മാറ്റിയ അധ്യാപക പ്രതിഭ. ജനകീയാസൂത്രണത്തിലും സാക്ഷരതാ പ്രവർത്തനങ്ങളിലും നേതൃപരമായ പങ്കുവഹിച്ചിട്ടുണ്ട് പ്രൊഫസർ. തൊഴിലാളികൾ, വ്യാപാരികൾ, മാനേജ്മെന്റ് വിദഗ്ധർ, ബാങ്ക് ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർക്ക് ക്ലാസ് എടുക്കാറുമുണ്ട് പ്രൊഫസർ സി രവീന്ദ്രനാഥ്. സാമ്പത്തിക കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അതിവിദഗ്ധൻ. പരിചയക്കാരുടെ എല്ലാം രവീന്ദ്രൻ മാഷ് എന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. 1955 നവംബർ 22 കൊടകര മണ്ഡലത്തിലെ നെന്മണിക്കര പഞ്ചായത്തിൽ പാലിയേക്കരയിലാണ് രവീന്ദ്രനാഥിന്റെ ജനനം. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ പീതാംബരൻ കർത്താവിന്റെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി ജനനം. പന്തല്ലൂർ UP സ്കൂൾ, കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ, തൃശൂർ സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. സെന്റ് തോമസ് കോളേജിൽ നിന്ന് MSc കെമിസ്ട്രിയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കി. 1980 അവിടെ തന്നെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം നേരിട്ട ആദ്യ വെല്ലുവിളി മലാപ്പറമ്പ് UP സ്കൂൾ പൂട്ടാനുള്ള കോടതി വിധിയായിരുന്നു. മലാപ്പറമ്പ് ഉൾപ്പെടെ 4 സ്കൂളുകൾ ഏറ്റെടുക്കാനുള്ള ധീരമായ തീരുമാനം വ്യാപകമായ പ്രശംസ പിടിച്ചുപറ്റി. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റുകളെ സർക്കാരിന്റെ നിലപാടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. +2 പാസ്സായവർക്ക് പ്രവേശന പരീക്ഷ എഴുതാതെ തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശനം നൽകണമെന്ന ആവശ്യമാണ് മന്ത്രിയുടെ ശക്തമായ ഇടപെടലിലൂടെ തിരുത്തപ്പെട്ടത്. വിദ്യാർത്ഥിയും അധ്യാപകനുമായിരിക്കെ ദിവസവും സൈക്കിളിൽ എത്തിയിരുന്ന ലാളിത്യത്തിന് ഉടമ കൂടിയായ പ്രൊഫസറിൽ നിന്ന് സാക്ഷര കേരളം പ്രതീക്ഷിക്കുന്നത് പുതിയ അധ്യായമാണ്. വിദ്യാഭ്യാസം എന്നും പ്രശ്നതീക്ഷ്ണമായ ഒരു മേഖലയാണ്. ഒരുപാട് അഭിപ്രായങ്ങൾ, ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു മേഖലയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ അതിഥികളായി വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ ഓൺ എ മിഷൻ എന്നാണ് ഈ പരിപാടിയുടെ പേര്. മന്ത്രിക്ക് ഒരു ദൗത്യം ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പേരാണിത്. മന്ത്രിക്ക് എല്ലാവർക്കും, എല്ലാ മന്ത്രിമാർക്കും എല്ലാ കാലത്തും അവരവരുടേതായ ദൗത്യമുണ്ടായിരിക്കും. അത് ജനങ്ങളുടെ സ്വപ്നങ്ങളുമായി, ആഗ്രഹങ്ങളുമായി, നാടിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെട്ട് നിൽക്കുന്നു, എങ്ങനെ പൊരുത്തപ്പെട്ട് നിൽക്കുന്നില്ല എന്നിടത്താണ് ചർച്ചാ വിഷയം ഉണ്ടാവുക. മന്ത്രി സ്വന്തം ദൗത്യം ഇപ്പോൾ അവതരിപ്പിക്കും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് കേരളത്തിൻ്റെ തനതായ വിദ്യാഭ്യാസ സങ്കല്പം വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിൻ്റെ സാമ്പ്രദായിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിച്ചാൽ പഴയ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ നമ്മൾ ഫ്യൂഡൽ വിദ്യാഭ്യാസം എന്നാണ് പറയുക. ഫ്യൂഡൽ സങ്കല്പങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പരിപാടിയായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. അതിലൂടെയാണ് ഫ്യൂഡൽ വ്യവസ്ഥിതി കേരളത്തിൽ നിലനിർത്താൻ അന്നത്തെ വ്യവസ്ഥിതിയുടെ നേതാക്കൾ ശ്രമിച്ചത്. അതിനുശേഷം കേരളത്തിലുണ്ടായത് കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സങ്കലനം ആണ്. അങ്ങനെ ഒരു കൊളോണിയൽ ഫ്യൂഡൽ വിദ്യാഭ്യാസ സങ്കല്പമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുക. പക്ഷെ അതിനുശേഷം ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയും, വക്കം മൗലിയും, ചാവറയച്ചനും എല്ലാം ചേർന്ന് ഉരുത്തിരിച്ചെടുത്ത നവോത്ഥാന സങ്കല്പം, അതിനുശേഷം 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുന്നോട്ട് വച്ച ഭൂപരിഷ്കരണം എന്ന ആശയം, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ബില്ല്, ഇങ്ങനെയുള്ള ഈ ആശയങ്ങളിലൂടെയെല്ലാം
ആ പഴയ കൊളോണിയൽ ഫ്യൂഡൽ വിദ്യാഭ്യാസ സങ്കല്പത്തിൽ നിന്ന് മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നൊരു വിദ്യാഭ്യാസ സങ്കല്പം കേരളം വികസിപ്പിച്ചെടുത്തു. അതാണ് വാസ്തവത്തിൽ കേരളത്തെ കേരളമാക്കി മാറ്റിയത്. അമർത്യ സെന്നൊക്കെ പലപ്പോഴും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ തനിമയുടെ കാരണം ഈ സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷനാണ് എന്ന് പറയാറുണ്ട്. അതിലൂടെയാണ് ആരോഗ്യരംഗത്തും ഏത് പാരാമീറ്റർ വെച്ച് നോക്കിയാലും വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കാൻ കേരളത്തിന് കഴിഞ്ഞത്. പറയുന്നതിൻ്റെ രത്ന ചുരുക്കം കേരളത്തിൻ്റെ എല്ലാ നേട്ടങ്ങളുടെ അടിത്തറ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസമാണ്. അതുമാത്രമല്ല, കേരള ജനതയിലുണ്ടായ മതനിരപേക്ഷ സംസ്കാരം, ബാക്കിയുള്ള പാരിസ്ഥിതിക ബോധമുള്ള സംസ്കാരം, സാമൂഹിക അവബോധമുള്ള സംസ്കാരം, ഇതൊക്കെ ഉണ്ടായത് വിദ്യാഭ്യാസ തനിമയിൽ നിന്നാണ്. ആ ഭൂമികയാണ് വാസ്തവത്തിൽ കേരളത്തെ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തത്. പക്ഷേ ചില കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സ്പെസിഫിക്കായിട്ട് എൻ്റെ ഒരു അഭിപ്രായം 1991 91 നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ്. അതിനു മുമ്പും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മൂർത്തമായിട്ട് കേരള വിദ്യാഭ്യാസത്തിൽ മാറ്റമുണ്ടാക്കിയത് ന്യൂലിബറൽ പോളിസിയുടെ വരവാണ്. അത് വന്നതോടുകൂടി ഫൈനാൻസ് ക്യാപിറ്റലിൻ്റെ വലിയൊരു പ്രസക്തി കടന്നു വരികയാണ്. ഗ്ലോബലൈസേഷനെ തന്നെ നമ്മൾ പറയും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ ഫിനാൻസ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ധനമൂലധനത്തിൻ്റെ സർവാധിപത്യത്തിന് ശ്രമിക്കുന്ന വലിയൊരു നയം നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ, കേരളത്തിൽ അന്ന് ആ നയത്തിന് അനുകൂലമായൊരു ഭരണകൂടവും ഉണ്ടായിരുന്നപ്പോൾ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ നേരത്തെ പറഞ്ഞ സങ്കല്പത്തിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ്. ആ വ്യതിയാനങ്ങളെ നമ്മൾ ചുരുക്കി കച്ചവടവൽക്കരണം, കമേഴ്സ്യലൈസേഷൻ എന്നും വർഗീയവൽക്കരണം എന്നും ഒക്കെ പറയാം. അങ്ങനെ ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ട് യഥാർത്ഥ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് ചെറിയ ചെറിയ ക്ഷതം ഏൽക്കുകയാണ്. ഈ മാറ്റമാണ് കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് ഒരുപാട് മാറ്റമുണ്ടാക്കിയത്. ഏറ്റവും അധികം മദ്യം കഴിക്കുന്നവരുടെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏകദേശം ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ അത് കേരളമാണ്. ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലം എവിടെയാണ്? ഏറ്റവും കൂടുതൽ മോർബിഡിറ്റി റേറ്റ് ഓഫ് ഗ്രോത്തുമുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കേരളമാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടാകേണ്ട നേട്ടങ്ങളുടെ അടിത്തറയിൽ ചില വ്യതിചലനങ്ങൾ വരികയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഈ വിദ്യാഭ്യാസ സങ്കല്പത്തിലുള്ള മാറ്റമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്തിൽ കേരളത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി മറ്റൊന്നുമല്ല, പൊതുവിദ്യാഭ്യാസത്തെ, സമൂഹം ഇടപെടുന്ന വിദ്യാഭ്യാസത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് പബ്ലിക് സെക്ടർ എഡ്യൂക്കേഷനെ വളർത്തുവാൻ സംസ്ഥാന സർക്കാർ ഇത്രയധികം ശ്രമിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ സാമൂഹിക നിയന്ത്രണങ്ങളുണ്ട്, സാമൂഹിക ഇടപെടലുണ്ട്, സമൂഹത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളും ആ ജനാധിപത്യ പ്രക്രിയയിലുണ്ട്. അങ്ങനെ ജനാധിപത്യവൽകൃതമായ ഒരവസ്ഥ വീണ്ടും വിദ്യാഭ്യാസത്തിൽ വികസിപ്പിച്ചെടുത്ത് ഒരു നല്ല മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യത വളർത്തിയെടുക്കാനാണ് പബ്ലിക് സെക്ടർ എഡ്യൂക്കേഷനെ വികസിപ്പിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതും ഈ സർക്കാർ അതിനുവേണ്ടി നടപടിയെടുത്തു. ഈ സങ്കല്പം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന് എൻ്റെ മുന്നിൽ വന്ന ആദ്യത്തെ ഫയലാണ് മലാപ്പറമ്പ് സ്കൂളിൻ്റെ ഫയൽ. എന്ത് ചെയ്യണം എന്ന് വലിയ ഒരു ചർച്ചയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കാരണം കോടികൾ മുടക്കണം, ഒരു എന്തെങ്കിലും ഒരു തടയിടണമെങ്കിൽ തന്നെ. സുപ്രീം കോടതി വരെ സർക്കാരിൻ്റെ അപ്പീൽ നിരസിച്ചൊരവസ്ഥയിൽ പണം എത്ര ചിലവാക്കുന്നു എന്നുള്ളതല്ല, പൊതുവിദ്യാഭ്യാസം നിലനിർത്തുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ മലാപ്പറമ്പ് സ്കൂളും മറ്റ് 3 സ്കൂളുകളും ഏറ്റെടുക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള സ്വാശ്രയ വിദ്യാഭ്യാസം കേരളത്തിൽ അതിനെ ശക്തിപ്പെടുത്തുകയാണ്. സാമൂഹിക നിയന്ത്രണമുള്ളതാക്കി മാറ്റിക്കൊണ്ട് സ്വാശ്രയ വിദ്യാഭ്യാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെല്ലാം സാമൂഹിക നിയന്ത്രണം ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആ പശ്ചാത്തലം പറഞ്ഞത്. ഒരു സാമൂഹിക നിയന്ത്രണമില്ലാത്ത ഒന്നും ഈ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാവില്ല. പല താല്പര്യങ്ങളും ചിലപ്പോൾ ആ മേഖലയിൽ ഉണ്ടാകാം. ആ താല്പര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്കാരത്തിലേക്ക് സംക്രമിച്ചാൽ നാളത്തെ തലമുറ നാം പ്രതീക്ഷിക്കുന്നൊരു തലമുറയാവില്ല. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി എല്ലാ മേഖലയോടും വളരെ തുറന്ന സമീപനത്തിൽ, ഒരു മേഖലയോടും വൈരനിര്യാതന ബുദ്ധിയോ എതിർപ്പോ ഇല്ലാതെ വിദ്യാഭ്യാസ സാധ്യതയുള്ള സമസ്ത മേഖലകളും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സങ്കല്പത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട്
കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പുനർജനിപ്പിക്കണമെന്നുള്ള ഏറ്റവും ഉത്കടമായ ആഗ്രഹം ഈ സർക്കാരിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ഇത്രയധികം ശ്രമിച്ചു. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. വളരെ കൃത്യമായ ഉച്ചാരണ ശുദ്ധി പുലർത്തുന്ന ഒരു മന്ത്രിയാണ് രവീന്ദ്രനാഥ്. അതേ ദാർഢ്യം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലുമുണ്ട്. മന്ത്രി വളരെ കൃത്യമായി ഒരു ദൗത്യം അവതരിപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യത്തിന് ഒരു കൃത്യമായ രാഷ്ട്രീയ അടിത്തറയുണ്ട്. ചരിത്രത്തിൽ തന്നെയാണ് അതിൻ്റെ വേരുകൾ. ആ ദൗത്യത്തെക്കുറിച്ച്, ആ ദൗത്യം മുന്നിൽ വെച്ച് പോകുന്ന ഒരു മന്ത്രിക്ക് പ്രായോഗികമായി നൽകാനുള്ള നിർദ്ദേശങ്ങളിലേക്ക് ഇനി ഇവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതോർക്കുക, ഒരു നിർദ്ദേശം, ഒരു ചോദ്യം എന്ന രീതിയിൽ തന്നെ ചർച്ച പുരോഗമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരിക. ഞാൻ വിദ്യാഭ്യാസം അഭ്യസിച്ചത് ഗവൺമെൻറ് സ്കൂളിൽ മാത്രമാണ്. എൻ്റെ പിതാപുരൻ ന്യായാധിപനായിരുന്നു, സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പോലും നീ ഗവൺമെൻറ് സ്കൂൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സാറി പറഞ്ഞ കാര്യത്തോട് 100% മനസ്സ് ഏകീകരിച്ചുകൊണ്ട് തന്നെ ഇതെങ്ങനെ സാധ്യമാവും എന്നുള്ളൊരു ചോദ്യം. അതായത് അധ്യാപകർ നല്ലതല്ലെങ്കിൽ കുട്ടികളെ ഇപ്പോൾ എന്തിനാ സ്കൂളിൽ അയക്കുന്നത് അല്ലെങ്കിൽ കോളേജിൽ വരുന്നത്? അവരെ നല്ലൊരു സിറ്റിസണായിട്ട്, പൗരബോധമുള്ളൊരു വ്യക്തിയായിട്ട് വാർത്തെടുക്കാനാണ്. കുട്ടികൾ ചെറുപ്പമായിരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നല്ല ആശയങ്ങൾ കൊടുത്താൽ, ഇപ്പോൾ വേസ്റ്റ് നമ്മൾ പ്രായമായവർ കളഞ്ഞാൽ പോലും ഇപ്പോൾ കുട്ടികൾ അതെടുത്തിട്ട് വേസ്റ്റ് ബിന്നിലിടും. അതിൻ്റെ തെളിവ് എന്താണ്? ചെറുപ്പത്തിൽ തന്നെ അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നല്ല വ്യക്തികളായിട്ട് വളർന്നു വരും. ഈ രണ്ട് കാര്യങ്ങൾ, ഇത് ചെറുപ്പം മുതൽ തന്നെ സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ അവർ പറഞ്ഞ് ബോധിപ്പിക്കുന്നില്ല എന്നിപ്പോൾ പറയുന്നില്ല, പക്ഷേ അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അതുകൂടാതെ നല്ല അധ്യാപകരെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിക്കാൻ അങ്ങയുടെ പദ്ധതി എന്താണ്? ഇപ്പോൾ ഉള്ള അധ്യാപകർ മോശമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അധ്യാപക രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട കാര്യം സമയത്തിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്ത് കാലത്തിനനുസരിച്ച് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്ന വാക്ക്, അതിൻ്റെ കുറവുണ്ട്. ഇന്ന് നമ്മുടെ ടീച്ചിങ് രംഗത്ത്, പൊതുവിദ്യാഭ്യാസ ടീച്ചിങ് രംഗത്ത് വേണ്ടത് ഈ അപ്ഡേഷനാണ്. വളരെ കൃത്യമായൊരു ട്രെയിനിങ്. അങ്ങ് IT മേഖലയിൽ അതിവിദഗ്ധനാണ് എന്ന് പറഞ്ഞു. അങ്ങ് ഇവിടുത്തെ നമ്മുടെ അധ്യാപകരെ IT പഠിപ്പിക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഇട്ടാൽ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ തയ്യാറാണ്. സർ, അതാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ICT അക്കാഡമിയെ പ്രതിനിധീകരിച്ചൊരു ഓഫീസറോട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതും അതാണ്. കാരണം ഇൻ്റർവ്യൂവിന് കുട്ടികൾ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു സമയത്ത് എല്ലാവർക്കും ഗ്രാജുവേഷൻ ഉണ്ട്, മാർക്കുണ്ട്, എല്ലാം ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവർ പാഷനേറ്റായിട്ട് പഠിച്ചിട്ടില്ല, വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല. അതായത് റാങ്ക് കിട്ടി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വന്നാൽ ഒരു ഫ്യൂസ് കിട്ടാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത കുട്ടികളെയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അക്കാഡമിക്സും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ICT അക്കാഡമി. പക്ഷേ അവർ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേണ്ടത്ര ഒരു അംഗീകാരം ഇനിയും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അതിനെപ്പറ്റി ടീച്ചേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാതെ സമൂഹത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ സങ്കല്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അപ്ഡേറ്റ് ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാംസ്. ശശികുമാർ സാറിനറിയാം ഈ കാര്യം, നേരത്തെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് കോളേജും വളർത്തിയെടുക്കണമെങ്കിൽ ഒരു വലിയ കെട്ടിടം ഉണ്ടായതുകൊണ്ടോ ടൈൽ എന്താ പറയുക, ഈ മറ്റേ എന്താണ് മിനുസുള്ള ടൈൽ ഇട്ടുകൊണ്ടൊന്നും ആ സ്ഥാപനം വലുതാവില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രം. പക്ഷേ അവിടെ നല്ല അക്കാഡമിഷ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ് സ്റ്റഫുള്ളവരാണ് എന്ന് കണ്ടാൽ അവിടേക്ക് കുട്ടികൾ തന്നെ വന്നോളൂ. ഒരു സംശയവും എനിക്കില്ല. കഴിഞ്ഞ ഗവൺമെൻറ് സ്ഥിരമായി പറയുന്നതായിരുന്നു കേരളം ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണെന്ന്. ഒരു എഡ്യൂക്കേഷനിന് വേണ്ടി യാതൊരു കോൺട്രിബ്യൂഷനും അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളതിലുപരി ഇവിടെയുള്ള കുട്ടികളെല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. ഏകദേശം തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ ഏകദേശം 250ഓളം ബസ്സുകളാണ് കേരളത്തിൽ വന്ന് രാവിലെയും വൈകിട്ടുമായിട്ട് വന്നിട്ട് പോകുന്നത് നമുക്ക് കാണാം. തിരുവനന്തപുരത്തും പാലക്കാടും ഒരു വലിയൊരു സ്ഥിതിവിശേഷമാണ്. ഇവിടുത്തെ കുട്ടികളെ അങ്ങോട്ട് പോകുന്നതിന് പകരം, അതുപോലെ നമ്മുടെ ഈ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസിനെ കുറിച്ചും പറയാനുണ്ട്. എൻട്രൻസ് സാധാരണ ഈ പറയപ്പെടുന്ന ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന സാധാരണ കുട്ടികൾക്ക് എൻട്രൻസിനെ കുറിച്ച് അവർക്ക് 80-85% മാർക്കുള്ള കുട്ടികൾ പോലും എൻട്രൻസ് എക്സാമിനിൽ തോറ്റു പോകുന്നു. ഈ എൻട്രൻസ് എങ്ങനെയാണ് നടത്തണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കോച്ചിങ് സെൻറ്ററുകളിൽ പോയാൽ മാത്രമേ അവർക്കും കഴിയുന്നുള്ളൂ. ആ കുട്ടികൾക്ക് സത്യത്തിൽ പഠിക്കാൻ കഴിവുള്ളതും അപ്പോൾ ഈ +2-ന് 80% മാർക്ക് കിട്ടിയത് വെറുതെ ആണെന്നുള്ളൊരു അർത്ഥത്തിലേക്ക് പോകുന്നു. ആ കുട്ടിക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രവേശനം
കേരളത്തിൽ ലഭിക്കുന്നില്ല, തമിഴ്നാട്ടിൽ ചെന്നാൽ ലഭിക്കുന്നു. കാര്യം നമ്മൾ എൻട്രൻസിൽ തോറ്റു പോകുന്നതാണ്. അല്ലെങ്കിൽ NRI കോട്ടയിലേക്ക് വൻ തുക ഫീസ് നൽകിക്കൊണ്ട് അവർക്കത് പഠിക്കാനും കഴിയില്ല. പിന്നെ ഇപ്പോൾ തന്നെ +2 കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് റിസൾട്ട് വന്നിട്ടാണ് ഇപ്പോൾ എൻട്രൻസ് കമ്മീഷൻ്റെ റാങ്ക് ലിസ്റ്റ് തന്നെ പുറത്തു വരുന്നത്. ഒരു പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ എത്രയും പെട്ടെന്ന് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള തിരക്കായിരിക്കും എപ്പോഴും. അപ്പം തന്നെ മാനേജ്മെൻറ്റും ചിലർ മാർക്കുണ്ടെങ്കിൽ പോലും NRI സീറ്റിൽ പോലും അഡ്മിഷൻ എടുക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇദ്ദേഹത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പോലത്തെ കുട്ടികൾ, കേരളത്തിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും ഇവിടെ പഠിക്കാനുള്ള സംവിധാനം, അവർ തമിഴ്നാട്ടിലേക്ക് ചുറ്റുപാട് നമ്മുടെ ബോർഡറുകൾ കംപ്ലീറ്റ് നോക്കിയാൽ തമിഴ്നാട് കോളേജുകൾ ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടിരിക്കുക. ഏജൻറ്റുമാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, നിലവാരം ഉണ്ടാവണം. അതിലുപരി ഈ എൻട്രൻസ് എന്ന് പറയുന്ന കടമ്പയ്ക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലും അല്ലാത്ത കുട്ടികൾക്ക് സൗജന്യമായി ഈ ട്രെയിനിങ് കൊടുക്കുന്നതിലേക്ക് വേണ്ടി ഈ എങ്ങനെയാണ് ഈ എക്സാമിനേഷൻ ഇത് ചെയ്യുന്നത്, എക്സാമിനേഷൻ പോകുമ്പോൾ മൈനസ് മാർക്കുണ്ട്, അതുപോലും അറിയാതെ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവണം. തീർച്ചയായിട്ടും. അതിന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ പ്രവേശനം മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പം നമ്മുടെ ലബോറട്ടറി, അങ്ങയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ ശശികുമാർ സാറിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ലബോറട്ടറികൾ, ലൈബ്രറികൾ, അവിടുത്തെ മറ്റേ സ്റ്റാഫ്, ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഇന്നത്തെ മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതാണ് ഒരു വശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു തമിഴ്നാട്ടിലേക്കല്ല എങ്ങും പോകില്ല കുട്ടികൾ പോകുന്നത് അവിടെ പണം കുറവാണെന്നുള്ളത് മാത്രമൊന്നുമല്ല, അതൊരു ഘടകമായിരിക്കാം. പക്ഷേ നമുക്ക് ഈ കുട്ടികളെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എത്ര വളരെ എഞ്ചിനീയർമാർ വേണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം, അത് വേറെ വിഷയം. എങ്കിലും അങ്ങനെയാണെങ്കിൽ തന്നെ അത് നമുക്ക് ഇവിടുത്തെ അതിൻ്റെ അക്കാഡമിക് അറ്റ്മോസ്ഫിയർ മെച്ചപ്പെടുത്തിയാൽ പകുതി അങ്ങോട്ട് പോകുന്ന കുട്ടികൾ ഇങ്ങോട്ട് വരും. 1. 2, ഈ വർഷം ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞു, +2 പരീക്ഷയും കഴിഞ്ഞു. അപ്പോൾ ഇനി പുതിയൊരു എൻട്രൻസോ പുതിയൊരു +2 ഇതൊന്നും ഇവിടെ ആലോചിക്കാൻ കഴിയില്ല. എൻട്രൻസിനെ കുറിച്ച് നമുക്ക് പുനരാലോചിക്കാം, എങ്ങനെ വേണമെന്നുള്ള ആലോചിക്കാം, മൈനസ് മാർക്ക് വേണോ എന്നുള്ള ആലോചിക്കാം. എങ്ങനെത് ഏറ്റവും ആധുനിക രീതിയിൽ എല്ലാ ജനങ്ങൾക്കും ട്രാൻസ്പെറൻ്റായ രീതിയിൽ ഈ സിസ്റ്റത്തെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ അക്കാഡമിക് ഇയറിൻ്റെ ആലോചനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ മാർക്ക് കുറഞ്ഞവരായാലും വേണ്ടില്ല എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങോട്ട് പോണവരെ ഇങ്ങോട്ട് പിടിച്ചു നിർത്താം എന്ന് പറയുന്നത് ആ രംഗത്തിൻ്റെ ശാശ്വതമായ സുസ്ഥിരമായ നിലനിൽപ്പിന് യോജിച്ചതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് താൽക്കാലികമായിട്ടുള്ള മാർക്ക് കുറഞ്ഞവരെ എടുക്കണമെന്നല്ല പറയുന്നത്, മാർക്കുള്ള കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ തോറ്റു പോകുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞു, അതിനൊരു പരിഹാരമാണ് ചോദിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അത് ചിലത് അംഗീകരിക്കേണ്ടി വരും. കാരണം ഇപ്പം ഞങ്ങൾക്ക് ഈ സർക്കാരിനെ സംബന്ധിച്ച് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എൻട്രൻസ് കഴിഞ്ഞു, വരാൻ പോകുന്നു എൻട്രൻസ്. അതെങ്ങനെ വേണം എന്നുള്ളത് വളരെ വിശദമായ ജനാധിപത്യപരമായ ചർച്ച നടത്തി നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള അഭിപ്രായവും സ്വീകരിച്ച് അതിൽ ഗുണപരമായ മാറ്റം വേണമെങ്കിൽ ഇതിനേക്കാൾ നന്നായി ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായ രീതിയിൽ എൻട്രൻസ് വേണോ എന്നുള്ള ചർച്ച വേണമെങ്കിൽ പോലും നമുക്ക് തുറന്നിടാവുന്ന കാര്യമുള്ളൂ. സാറിപ്പം പറഞ്ഞതുപോലെ ഈ സമ്പൂർണ്ണമായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ തന്നെ സൗജന്യമായ വിദ്യാഭ്യാസം, എനിക്ക് അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതിൽ സമ്പൂർണവും സാർവത്രികവും ഗുണപരവുമായ വിദ്യാഭ്യാസം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളിപ്പോൾ എൻറോൾമെൻറ്റ് 100% ആയി. ഈ എൻറോൾമെൻറ്റ് സമ്പൂർണ്ണ വിദ്യാഭ്യാസമൊന്നും നമ്മളിപ്പോഴുള്ളവർ പറയുന്നില്ല. അത് എൻറോൾമെൻറ്റ് 100% എന്നേ പറയാൻ പറ്റൂ. ആ എൻറോൾ ചെയ്യപ്പെട്ട കുട്ടികൾ മുഴുവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് എത്രത്തോളം കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാതെ കുട്ടികൾ ഏകദേശം സാറൊരു കണക്കെടുത്ത് നോക്കണം, സാർ ഇതിനെക്കുറിച്ചിട്ടൊരു പഠനം നടത്തി നോക്കണമെന്നുള്ളതാണ്. കാരണം ഏകദേശം ഒരു 25 മാക്സിമം 30% കുട്ടികൾ ശരിയായ തരത്തിൽ എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാത്ത കുട്ടികൾ 10ാം ക്ലാസ് പാസ്സാകുന്നുണ്ട്. 12ാം ക്ലാസ് വരെയും ആ രീതി തുടരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള കുട്ടികൾ 10ാം ക്ലാസ് വരെ ഇവിടെ 10 വർഷം ഈ സ്കൂളിൽ ഇരുന്നിട്ടും എഴുതാനും അറിഞ്ഞുകൂടാത്ത കുട്ടികളെ എന്താണ് കാരണങ്ങൾ, അവർക്ക് വ്യക്തിഗതമായിട്ടുള്ള റെമഡിയൽ എഡ്യൂക്കേഷൻ എത്രത്തോളം കൊടുത്തിട്ടുണ്ടോ, കണ്ടെത്തിയിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ അവസാന നിമിഷത്തിൽ 10ാം ക്ലാസ്സിലൊരു സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് MR എന്നുള്ള മെൻ്റൽ റിട്ടാർഡേഷൻ
പകരക്കാരനെ വെച്ച് പാസ്സാക്കി വിടുന്ന സമ്പ്രദായം കഴിഞ്ഞ ഒരു ദശകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ അധ്യാപകരെ കുറ്റം പറയാൻ കഴിയത്തില്ല. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്ഡേറ്റിങ് കുട്ടികളുടെ വികാസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സൈക്കോളജി ഇതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ MEd BEd കരിക്കുലങ്ങൾ ഏകദേശം ഒരു 30 വർഷത്തേക്കെങ്കിലും പുറകിലാണ് നിൽക്കുന്നത്. അപ്ഡേറ്റിങ്, ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജിയും സ്കൂൾ ലെവൽ ഇൻ്റർവെൻഷനും സ്കൂളിൽ കുട്ടികളെ ഇടപെടൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ, ഇൻക്ലൂസീവ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് കേവലമായ സിലബസ് മാനേജർമാരായെന്നുള്ള ജോലിയിൽ നിന്ന് ഇൻക്ലൂസീവ് മാനേജ്മെൻറ്റ് എന്നുള്ള മാറ്റത്തിലേക്ക് സ്കൂളിനെ സാറ് മാറ്റിയെടുക്കണം. സാറിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് എനിക്ക് ഈ ഒരു പ്രധാനമായിട്ട് സാറിനോട് പറയാം. അതിൽ ഡോക്ടർ പറഞ്ഞ ഇത് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച കാലത്തുണ്ടായിരുന്ന ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ എന്നുള്ള സങ്കല്പം ഇന്നും തുടരുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. അതാണ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അക്കാഡമിക്സിൻ്റെ അപ്ഡേഷൻ മാത്രമല്ല, ടീച്ചിങ് മെത്തഡോളജിയുടെ അപ്ഡേഷൻ എല്ലാം വേണം. എല്ലാം അടങ്ങുന്ന ഞാൻ ഒറ്റ വാക്കിൽ അങ്ങ് ചോദിച്ചപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് അതിൽ ഡോക്ടർ പറഞ്ഞ് ഉൾപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ്റെ സങ്കല്പം തിരികെയല്ല, അത് കൊണ്ടുവരണം. അതൊരിക്കലും മൂർത്തമായിട്ട് വന്നിട്ടില്ല. ഇടയ്ക്കൊരു കാലത്തൊരു ചേഞ്ച് വന്നു എന്നല്ല, അത് വന്നിട്ടില്ല. ഇപ്പോൾ ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷനിൽ 45 കുട്ടി ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 45 കുട്ടിയെ ഒറ്റ യൂണിറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പാഠപുസ്തകം ഉണ്ടെങ്കിൽ പാഠപുസ്തകത്തിലെ വിഷയം പറഞ്ഞു കൊടുക്കുന്നു, കുട്ടി അത് ഓർക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു, ഓർക്കുന്നുണ്ടെങ്കിൽ ജയിക്കുന്നു, ഓർക്കുന്നില്ലെങ്കിൽ തോൽക്കുന്നു എന്നുള്ള വളരെ കൺവെൻഷനലായിട്ട് രീതിയാണ്. അത് വിട്ടിട്ട് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനിൽ ഒരു കുട്ടിയാണ് ഒരു യൂണിറ്റ്, ഒരു ക്ലാസ് അല്ല ഒരു യൂണിറ്റ്. അപ്പോൾ ആ കുട്ടിയെ മനസ്സിലാക്കി വരുമ്പോൾ ചില ഭാഷകളും ചില കണക്കുകളും ചില തിയറികളും ഒരു കുട്ടിക്ക് പതുക്കെ മനസ്സിലാവുന്നതുണ്ടാവും, ഒരു കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവുണ്ടാവും. അത് കുട്ടിയുടെ IQ-ൽ കുഴപ്പമൊന്നുമില്ല, ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്, വ്യത്യാസം ഉണ്ടാവാം, ഒരേപോലെ തന്നെയായിരിക്കും. പക്ഷേ ചില റിലേറ്റീവായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അവന് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതേ ടീച്ചർക്ക് തന്നെ അതേ കുട്ടിയെ അതേ ക്ലാസ്സിൽ അപ്രോച്ച് ഡിഫറൻ്റ് ആയാൽ തന്നെ ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള മാറ്റം അധ്യാപന രംഗത്ത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നം കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. അക്കാഡമിക്സ് പോലും തെറ്റായി പലപ്പോഴും പറയാറുണ്ട് അവിടെ ഡെമോക്രസി വേണ്ട എന്നുള്ളത്. ഡെമോക്രസിക്ക് വിരുദ്ധമാണ് എക്സലൻസ് എന്ന്, അത് രണ്ടും ചേരാത്ത പദങ്ങളാണെന്നൊരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇത് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യപരമായ സാമൂഹ്യനീതി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എക്സലൻസ് നേടിയെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കെ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ എന്നുള്ള രണ്ടാമത്തെ പ്രധാന വിഷയം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന് സർവകലാശാലകളെ, കേരളത്തിലെ നമ്മുടെ സർവകലാശാലകൾ ഏതാണ്ട് കേന്ദ്ര സർവകലാശാലകൾ ഉൾപ്പെടെ ഒരു 15 സർവകലാശാലകൾ നിൽക്കുന്നിടത്ത് അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ജനാധിപത്യപരമായി തന്നെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെ കടന്നു കയറുന്നതിന്, ഇപ്പോൾ സർക്കാർ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള സർവകലാശാലകളാണ് നമ്മുടേതെന്ന് ഇരിക്കെ തന്നെ എങ്ങനെയാണ് സർവകലാശാല നിയമത്തിന് മേൽ പലപ്പോഴും സർക്കാർ കടന്നുകയറ്റം വരുന്നതെന്ന് കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ പല രീതിയിൽ കണ്ടതാണ്. പ്രത്യേകിച്ച് സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ലോഡ് അസസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ ഇറങ്ങുന്ന സർക്കുലറുകൾ അധ്യാപകർക്ക് മാത്രമല്ല അത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൂടി കടന്നു കയറുന്ന നമ്മൾ കാണുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് നമുക്ക് ഇടപെടാനാവുക എന്നുള്ളൊരു ചോദ്യം. അതിൻ്റെ അനുബന്ധമായിട്ട് തന്നെയാണ് ഓട്ടോണമസ് കോളേജുകളുടെ വിഷയവും ഞങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. ഓട്ടോണമസ് കോളേജുകളെ സംബന്ധിച്ച് ആക്ട് നിലനിൽക്കെ തന്നെ അവിടെ നമുക്ക് ഉറപ്പ് തന്നത് അക്കാദമിക് ഓട്ടോണമിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമിയും മാത്രമാണ് എന്ന് സർക്കാർ ഉറപ്പ് തന്നുകൊണ്ട് നടപ്പിലാക്കിയ 11 ഓട്ടോണമസ് കോളേജുകളിലും ഫലത്തിൽ ഉണ്ടായത് ഫിനാൻഷ്യൽ ഓട്ടോണമി ആണെന്ന് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു വരുന്നു. ആ 11 കോളേജുകളിൽ നിന്ന് നമ്മളെടുത്ത കണക്കുകൾ തരുന്ന സൂചന ഫീസ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഉറപ്പ് തരുമെന്ന് നേരത്തെ നമ്മളുടെയൊക്കെ ചർച്ചകൾ ഉറപ്പ് തന്നുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് ഭേദഗതി വരുത്തിയപ്പോൾ തന്നെ ഓർഡിനൻസ് ഭേദഗതി വരുത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉൾപ്പെടെ ഉറപ്പ് തന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ 11 കോളേജിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ തരുന്നത് ഫീസിലെ കാര്യത്തിൽ തോന്നിയ ഫീസ് വാങ്ങിക്കൊണ്ട് ആ രീതിയിൽ ഫിനാൻഷ്യലായിട്ടുള്ളൊരു ഓട്ടോണമിയാണ് അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നതെന്നുള്ളതും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കാനുള്ളത്. എല്ലാത്തിനും കൂടി ആസ്വാസത്തിൽ ഒറ്റുത്തരത്തിൽ ടീച്ചറുടെ ചോദ്യത്തിന് അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമുക്ക് രണ്ടായിട്ട് യഥാർത്ഥത്തിൽ തരംതിരിക്കാം. ഒന്ന് ക്വാളിറ്റി എഡ്യൂക്കേഷനും മറ്റൊന്ന് സർവകലാശാല വിദ്യാഭ്യാസവും. അതിന് മൊത്തമായിട്ടാണ് നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഡെമോക്രാറ്റിക് ആൻഡ് സെക്യുലർ എഡ്യൂക്കേഷൻ്റെ ബേസിൽ നിന്നും
പരസ്പര പൂരകമായിട്ടാണ് ആ സംസ്ഥാനത്ത് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടാവേണ്ടത്. എങ്കിലേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആശയോൽപാദനം ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റിന് ഗുണകരമാവുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾ, അതാണ്. പക്ഷേ താഴെ തന്നെ സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷന് ചില ക്ഷതമേൽക്കുന്നു എന്നുള്ളതൊന്ന്. പിന്നെ അതിന് പരസ്പര പൂരകമായിട്ടല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കെട്ടിപ്പടുത്തത് എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞ ചോദ്യങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. ഇനി അതെങ്ങനെ മറികടക്കും എന്നുള്ളതിന് സൈദ്ധാന്തികമായി ഉത്തരേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം അത് വളരെ കാലത്തെ പ്രവർത്തനം കൊണ്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിലെ സിദ്ധാന്തം ഇതാണ്, ഇതിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഡെമോക്രാറ്റിക്കാണ് ബേസ്. അതുകൊണ്ട് ആശയോൽപാദനവും ഡെമോക്രാറ്റിക് ആവണമെങ്കിൽ അക്കാഡമിക് 100% ആവണം. ഈ അക്കാഡമിക് ഓട്ടോണമി ഉയർന്നു വരുന്തോറും പൂർണ്ണമായാൽ അത് സർവകലാശാല തന്നെയായിട്ട് മാറും. ഹയർ എഡ്യൂക്കേഷൻ്റെ കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ്റെ പരസ്പര പൂരകമായി ഫുൾ ഓട്ടോണമിയിൽ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അക്കാഡമിക് ഓട്ടോണമി ഇതിന് കുറുക്കുവഴിയില്ല. കാരണം വിദ്യാഭ്യാസ മേഖലയാണ്, ആശയോൽപാദനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. ആ പറയുന്ന ഫുൾ അക്കാഡമിക് ഓട്ടോണമി ഈ ഉന്നത സർവകലാശാലകൾ പ്രത്യേകിച്ച് നൽകേണ്ടതായിരുന്നു. ഫിനാൻഷ്യൽ ഓട്ടോണമി, അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി ഇതിൻ്റെ ഒന്നും കൂടെ വരേണ്ടതല്ല എന്ന് കോത്താരി കമ്മീഷൻ തൊട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. കോത്താരി കമ്മീഷൻ മാത്രമല്ല, ലോകത്തിൽ ഏത് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനും പറഞ്ഞിട്ടുള്ളത് അക്കാഡമിക് ഓട്ടോണമി വേണമെന്നുള്ളതാണ്. ആ ലോകത്തിലെ പല സർവകലാശാലയും അക്കാഡമിക് ഓട്ടോണമി അംഗീകരിച്ചു. നമ്മളത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നേരെ അങ്ങ് സർവകലാശാല അക്കാഡമിക് ഓട്ടോണമിക്ക് പോകാൻ പറ്റുമോ? രണ്ടാമത്തെ ചോദ്യം, വരാവുന്ന ചോദ്യം. പറ്റില്ല. നേരത്തെ ഇതെല്ലാം ബേസ് നമ്മൾ ഇഷ്ടിക വെച്ച് വീട് പണിയുന്നത് പോലെ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് ആ നേരത്താണ് ഇതിനെല്ലാം തടസ്സം വരുന്ന രീതിയിൽ ഫിനാൻഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ്, അക്കാഡമിക്, സോക്കോൾഡ് അക്കാഡമിക് എന്നും പറയുന്ന മറ്റേ ഓട്ടോണമിയൊക്കെ കൊടുക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് പ്രായോഗിക ചർച്ച. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഡെമോക്രാറ്റിക് ആൻഡ് സെക്യുലർ എഡ്യൂക്കേഷന് പരസ്പര പൂരകമായി മാറ്റി ഒരു പക്ഷേ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു ഉന്നത വിദ്യാഭ്യാസം മേഖല കേരളത്തിന് പടുത്തുയരാൻ പറ്റും. പല മേഖലകളിലും കേരളത്തിൽ നടക്കുന്ന റിസർച്ച് പോലെ ഒരുപക്ഷെ ലോകത്ത് എങ്ങും നടക്കില്ല. ട്രോപ്പിക്കൽ ഏരിയ ഇപ്പോൾ 3000 മില്ലിമീറ്റർ മഴ കേരളത്തിൽ പെയ്യുന്നു, ഗുജറാത്തിൽ പെയ്യുന്നില്ല. എന്തുകൊണ്ട് ഗുജറാത്തിൽ 3000 മീറ്റർ മഴ പെയ്യാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ 3000 മീറ്റർ മഴ പെയ്യുന്നത് എന്ന ചോദ്യത്തിന് പല ആൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതങ്ങനെയാണ്, അത് ഗുജറാത്തല്ലേ എന്നാണ്. എന്താ അവിടെ 3000 മില്ലിമീറ്റർ? ഇത് ആകാശവും ഇതേ ഭൂമിയും തന്നെയാണല്ലോ. ആകാശത്തെ സംബന്ധിച്ച് ഈ ഡിസ്റ്റൻസ് ഒന്നും അത്ര വലിയ ഡിസ്റ്റൻസ് ഒന്നുമല്ല. ഈ കേരളം തൊട്ട് ഗുജറാത്ത് വരെ ഡിസ്റ്റൻസ്. അവിടെ 3000 മീറ്റർ മഴയില്ല, ഇവിടെ എന്താ 3000 മീറ്റർ മഴയുള്ളത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ മണ്ണിലുള്ള പോപ്പുലേഷൻ, അതായത് മറ്റേ മൈക്രോ ഓർഗാനിസംസിൻ്റെ പോപ്പുലേഷനും ഇതൊക്കെ നമുക്കൊരു പക്ഷേ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരുപാട് ചിന്തകളിലേക്ക് ഓട്ടോണമിക്കായിട്ടുള്ള ഫുൾ ഓട്ടോണമിയുള്ള ഒരു ഗവേഷണം നമ്മൾ കണ്ടാൽ ആ നേരത്താണ് ഇവിടെ ഈ പ്രശ്നമൊക്കെ വരുന്നത്. കേരള സർവകലാശാലയിൽ ഒരു ഗവേഷണം നടക്കുന്നതിന് പകുതി വെച്ച് വിട്ടുപോകേണ്ട സാഹചര്യമൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ, ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ള പ്രശ്നമാണത്. അത് മറികടക്കാനാണ് ഈ ചർച്ച നടക്കുന്നതും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. അത് സർക്കാർ ഒറ്റയ്ക്ക് നടക്കില്ല. അവിടെയാണ് ഈ ഓട്ടോണമി പൂർണ്ണമാകണമെങ്കിൽ ഡെമോക്രസി, ഈ മേഖലയിൽ ഡെമോക്രസി പൂർണ്ണമാകണം. ഡെമോക്രറ്റൈസ് ചെയ്തുകൊണ്ട് ജനാധിപത്യവൽക്കരിച്ചു കൊണ്ടേ ഓട്ടോണമി പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ തിയറി. അങ്ങ് എടുത്ത ധീരമായ നടപടിയെ വല്ലാതെ രീതിയിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മലാപ്പറമ്പ് സ്കൂള് പോലെയുള്ള. എൻ്റെ ഒരു ആശങ്ക, ഇപ്പം 4 സ്കൂളുകളാണല്ലോ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഏതാണ്ട് 3500ഓളം വിദ്യാലയങ്ങളുണ്ട് എന്നൊരു കണക്കുകളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എല്ലാ വിദ്യാലയങ്ങളും ഈ രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. എന്തായിരിക്കും നമ്മുടെ ഒരു നിലപാട്? അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലുള്ള ഒരു വലിയ വിഷയം ഇപ്പം നേരിടുന്നത്, കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുറയുന്നു എന്നൊരു വലിയ ചോദ്യം ഇപ്പോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാലയങ്ങൾ അൺഎക്കണോമിക് എന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ എയ്ഡഡ് മേഖലയും ഗവൺമെൻറ് മേഖലയും നിലനിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖല. പൊതുവേ നമ്മുടെ ഈ മേഖലയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു കുഴപ്പം ഈ മേഖലയിലുണ്ട്. നമുക്കത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും. എന്തായിരിക്കും നമുക്ക് അടുത്തുള്ള വിഷയം ഇക്കാര്യത്തിൽ? എങ്ങനെയായിരിക്കും നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയാണ് പരിമിതികൾ എന്ന് നമ്മൾ തിരിച്ചറിയുക? അതുപോലെ തന്നെയാണ് അക്കാദമിക് മേഖലയിലുള്ള വിഷയവും. ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെയുള്ള
എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ പൊതുവേ നമ്മുടെ മേഖലയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഈ പൊതുവിദ്യാഭ്യാസ മേഖല ജനാധിപത്യപരമാകണം. കുട്ടികളെല്ലാം തന്നെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എത്തിച്ചേരണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിട്ടുള്ള ശേഷികൾ കൈവരിക്കണം എന്ന തരത്തിലേക്ക് നമ്മളത് മാറ്റണം. അപ്പം നമ്മൾ അങ്ങനെ മാറ്റണമെങ്കിൽ ഇപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ് ഇത് എത്രമാത്രം ചെയ്യേണ്ടതായിട്ടുണ്ട്, എത്രമാത്രം അതിൻ്റെ വിഷൻ ഉണ്ടാവണം. ഇപ്പോൾ പലപ്പോഴും വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും നേരിടുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കണം എൻ്റെ സ്കൂള് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പത്തിൻ്റെ കുഴപ്പമുണ്ട്. എന്തൊക്കെ ആവണം നമ്മുടെ കുട്ടികൾ കൈവരിക്കേണ്ടത് എന്നുള്ളൊരു വിഷയമുണ്ട്. കേവലമായി ഒരു പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദൗത്യം, ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലി നേടലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദൗത്യം എന്ന് പൊതുവായി ചിന്തിക്കുന്ന ഒരു സമൂഹം. അത് മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും ഇതൊരു മൊത്തം ഒരു പരിപ്രേക്ഷ്യം നമ്മുടെ ഈ മേഖലയിൽ വന്നിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ മേഖല നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്തൊരു വലിയ മുദ്രാവാക്യം ഉന്നയിക്കുകയുണ്ടായി, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കുട്ടികളുടെ അവകാശം. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്ന കാലക്രമേണ വന്നിട്ടുള്ള ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെയധികം പുറകോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റുകൾ ഇത് വലിയ തോതിൽ കാശ് സമ്പാദിക്കാനുള്ള ഒരു മാർഗ്ഗമായി ഇതിനെ മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അധ്യാപക നിയമനത്തിൽ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ഒരു ആലോചനയുണ്ടോ? PSC ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതുപോലെ നമ്മുടെ ഇപ്പോൾ KER-നകത്തുള്ള ഭേദഗതികൾ, പൊതുവേ നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്താൻ സമഗ്രമായ എന്തു പദ്ധതികളാണ് നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിട്ടുള്ളത് എന്നറിയാനുള്ള ഒരു താല്പര്യം പൊതുസമൂഹത്തിനുണ്ടാവും. അതിൽ മാഷ് ചോദിച്ച ഡോക്ടറും ടീച്ചർക്ക് ചോദിച്ച ചോദ്യത്തിനൊരു പൊതുവായ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇതിന് സ്പെസിഫിക്കായിട്ട് ഉത്തരം പറയാം. പൊതുവായി കേരളത്തിൽ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളാണ്. അതൊരാളുടെ മനസ്സിലുള്ളതല്ല, മുഴുവൻ. കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവോത്ഥാനം തന്നെ വേണം, ഒരു സംശയവുമില്ല. ഒരു നവോത്ഥാനം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ നടത്താവുന്നതൊന്നുമല്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പങ്കാളികളായിക്കൊണ്ട് പഴയ സാക്ഷരതാ യജ്ഞം ഉണ്ടായിരുന്നതുപോലെ ഒരു വലിയ പങ്കാളിത്തത്തോടു കൂടിയുള്ള വലിയൊരു നവോത്ഥാനത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ആ നവോത്ഥാനത്തിന് മുന്നിൽ എവിടെ എത്തണം എന്നുള്ള ചില സ്റ്റെപ്പുകൾ എന്താണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മാഷി ചോദിച്ചതും ഉന്നത വിദ്യാഭ്യാസ ടീച്ചർ ചോദിച്ചതും. ഒരു റീലുക്ക് വേണം എന്നുള്ള നിലവിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിന് ഒരു റീലുക്ക് നടത്തി എവാലുവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടും അത്രയും അത് പോരാന്നും കൂടി അഭിപ്രായമുണ്ട്. റീലുക്ക് നല്ലതാണ്, പക്ഷേ ഒരു പൊളിച്ചെഴുത്ത് കൂടി അതിൻ്റെ പിന്നാലെ ആവശ്യമുണ്ട്, എന്നാലേ നടക്കുള്ളൂ. ഇതിൽ മാഷി ചോദിച്ചത് ഇപ്പോൾ മലാപ്പറമ്പ് സ്കൂള് ഏറ്റെടുക്കാനുള്ള കാരണം, മലാപ്പറമ്പ് സ്കൂള് പിന്നെ മാനേജർ അത് സ്വന്തമാക്കാനുള്ള കോടതി നടപടികളിലൂടെ അവസാന വക്കിലെത്തി ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നു. അവസാന സംസ്ഥാന സർക്കാരിന് ചെയ്യാനുണ്ടായിരുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കുക എന്ന് മാത്രമാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. സുപ്രീം കോടതി അപ്പീൽ സർക്കാരിൻ്റെ അപ്പീൽ നിരസിച്ചു. അപ്പോൾ ഒരു ചെറിയ സ്പേസ് മാത്രമേ സർക്കാരിനുള്ളൂ ഇനി ഈ സ്കൂൾ നിലനിർത്താൻ, ഒരു ചെറിയ സ്പേസ്. ആ സ്പേസ് ഉപയോഗിച്ച് സർക്കാർ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം കേരളത്തിലെ എല്ലാ സ്കൂളും, പൂട്ടാൻ പോകുന്ന സ്കൂളും ഏറ്റെടുക്കണമെന്നല്ല. ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന അഭിപ്രായമുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതിൽ അത് മാത്രമേ ഇനിയൊരു സ്കോപ്പുള്ളൂ ഈ സ്കൂൾ നിലനിർത്താൻ എന്നുള്ളതുകൊണ്ടാണ് അത് അക്വയർ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അത് ഒരു സന്ദേശം സമൂഹത്തിന് കൊടുത്തു. വിദ്യാഭ്യാസം എന്നത് കച്ചവടമല്ല എന്നും സ്കൂള് വിൽക്കാനുള്ളതല്ല എന്നും വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, അത് എല്ലാവർക്കും എത്ര ബോധ്യപ്പെട്ടു. ഇക്കണോമിക് എന്ന വാക്ക് ഇനി ആരും വിദ്യാഭ്യാസ രംഗത്ത് പറയല്ലേ എന്നുള്ള ഒരാശയം എന്നുള്ളത്. അത് ഒരിക്കലും ഇക്കണോമിക് ആവില്ല. ഒരാൾ, ഒരു രോഗിയെ ഒരു ആസ്പത്രിയിലുള്ളൂവെങ്കിലും ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഡോക്ടർ അവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇക്കണോമിക് ആവണേ? ഒരു ട്രൈബിനെ പഠിച്ചെടുത്താൻ അവന് സമൂഹത്തിലേക്ക് വാർത്തെടുത്ത പൗരനായിട്ട് മാറ്റാൻ ഒരു അധ്യാപകന് ശമ്പളം കൊടുത്താൽ അതെങ്ങനെയാണ് നഷ്ടമാണത്? അപ്പോൾ അത് ഇക്കോണമിയുടെ ഒരു പ്രശ്നമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല പോകണം. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ്, 4 ഏറ്റെടുത്താൽ അടുത്ത സ്റ്റെപ്പ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് എല്ലാ പൊതുവിദ്യാലയങ്ങളെയും അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇടപെട്ട എല്ലാ സ്കൂളും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സ്ഥാപനത്തെ
ജനകീയമായിട്ട് നിലനിർത്താൻ ശ്രമിച്ചാൽ അവിടെ ജനപങ്കാളിത്തം വർദ്ധിക്കും. നമ്മൾ ജനാധിപത്യപരമെന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ഒരു വ്യക്തിയുടെ കച്ചവട കണ്ണോടുകൂടി കാണുകയും ജനാധിപത്യ ഇടപെടൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ഥാപനം കച്ചവട സ്ഥാപനമായിട്ട് മാറും. ഇറ്റ്സ് വെരി സിമ്പിൾ. എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ളത്. കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം നന്നാകേണ്ടത് ആവശ്യമാണ്. ഞാനൊക്കെ പഠിച്ചത് ആ സംവിധാനത്തിലാണ്. പക്ഷേ എന്ന് മുതലാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ക്ഷീണിതമായി പോയത് എന്നതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കണം. ആ ഒരു പോയിൻ്റുണ്ട്, ഒരു പോയിൻ്റ് ഓഫ് ടൈം. എന്ന് മുതലാണ്? ആരുടെ കുഴപ്പം കൊണ്ടാണ് മോശമായത്? കുട്ടികളുടെ കുഴപ്പം കൊണ്ടാണോ, രക്ഷിതാക്കളുടെ ആണോ, അതോ സർക്കാരിൻ്റെ ആണോ, അധ്യാപകരുടെ ആണോ? അതിനെപ്പറ്റി ഗഹനമായി ചിന്തിക്കണമെന്നുള്ളതാണ് ഒന്നെനിക്ക് പറയാനുള്ളത്. അതിൻ്റെ വീഴ്ച കൊണ്ടാണ് കേരളത്തിൽ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടായി വന്നത്. ഞാനൊക്കെ CBSE സ്കൂൾ 3 നടത്തുന്ന വ്യക്തിയാണ്. ഉണ്ടാകാൻ കാരണം രക്ഷിതാക്കൾ പറയുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതുമ്പോൾ IIT അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ പോരാ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളുടെ ഒരു ആവശ്യമായി മാറി. അതേ സമയത്ത് 10ഉം 12ഉം ഭംഗിയായി പരീക്ഷ എഴുതുകയും പഠിപ്പിക്കുകയും മാർക്ക് ദാനം ഇല്ലാതിരിക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ, പഠിക്കുന്ന വിഷയങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ മാറ്റമുണ്ടാകുമായിരുന്നു. അങ്ങ് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യം ഞാനൊക്കെ പറയുന്നില്ല, ആ വിഷയം സംസാരിക്കുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, അധ്യാപകർക്ക് അപ്ഡേഷൻ വേണം. അവരെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് ഞങ്ങൾ തുടങ്ങുകയാണ്. സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് ലോക്കലൈസ്ഡ് അല്ല, മൊബൈലാണ്. ഇപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്തായിരിക്കും, ഈ ആഴ്ച, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് കോട്ടയത്തായിരിക്കും. അപ്പോൾ അങ്ങനെ എക്സ്പെർട്ടുകളെ കൊണ്ട് IIT അതുപോലുള്ള സ്ഥാപനങ്ങളിലെ എക്സ്പെർട്ടുകളെ കൊണ്ട് മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് വേണം എന്നൊരാശയം അദ്ദേഹം വെച്ചു. മാനേജ്മെൻറ്റ് അത് അംഗീകരിച്ചു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഒരു അക്കാഡമിക് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേരളത്തിൽ. ഉദാഹരണമായി ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂൾ അടയ്ക്കുന്നൊരു അവസ്ഥയുണ്ട് കേരളത്തിൽ. സമരം ചെയ്യട്ടെ, റൈറ്റ് ടു സ്ട്രൈക്ക് ഈസ് ദയർ. അതുപോലെ തന്നെ റൈറ്റ് ടു ലേണിംഗ് ഓൾസോ ഈസ് ദയർ. പലപ്പോഴും കണ്ടുവരുന്നത്, പലപ്പോഴും 5 or 6 കുട്ടികൾ തീരുമാനിച്ചാൽ ഒരു സ്കൂൾ അടച്ചിടുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ആംബിയൻസ്, എക്സലൻസിനുള്ള ഒരു ആംബിയൻസ് ഉണ്ടാകണം. ലതാർജിയിൽ നിന്ന് നമ്മുടെ അധ്യാപകരും പൊതുസമൂഹം മാറണം. അതിന് അങ്ങേക്ക് എന്ത് കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഉത്തരം. അതായത് ഇതെല്ലാം വരുന്നത് ഈ ജനാധിപത്യ സങ്കല്പത്തിൽ നിന്നുള്ള വ്യതിചലനം കൊണ്ടാണ്. സമരങ്ങൾക്കെതിരായ ഒരു അവസ്ഥ വരുന്നു, അതോടുകൂടി സമരമെല്ലാം മോശമാണ് എന്നുള്ളൊരവസ്ഥ വരുന്നു. അല്ല, സാറ് പറഞ്ഞു എന്നല്ല, പൊതുവിൽ അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ക്യാമ്പസുകളൊക്കെ സജീവമായ രാഷ്ട്രീയ ബോധമുണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതിൻ്റെ തിയറി എനിക്കറിയുന്നത്, ഇപ്പം എല്ലാം തിയറി എന്ന് പറയുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മൊത്തം രാജ്യം ജനാധിപത്യ രാജ്യമാണ്, മതനിരപേക്ഷ രാജ്യമാണ്, ഫെഡറൽ സംസ്കാരമുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ തനിമ. അപ്പോൾ ഇത് മുഴുവൻ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സംസ്കാരമുള്ളൊരു സ്ഥലത്ത് ഒരു ക്യാമ്പസിനുള്ളിൽ മാത്രം ഇതല്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആ ക്യാമ്പസിൽ നിന്നും പുറത്തു വരുന്നവർക്ക് ഈ സംവിധാനത്തോട് യോജിച്ച് നിൽക്കാൻ മാനസികമായി കഴിയില്ല. അതുകൊണ്ട് പുറത്തേക്ക് വരുന്ന സമൂഹത്തിന് പരസ്പര പൂരകമായിരിക്കണം ക്യാമ്പസിനകത്ത് വളരുന്ന പൗരനും. അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സെറ്റപ്പ് തകർന്നു പോകും. ഈ ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഒരു തലമുറ കടന്നു പോയാൽ അത് പിന്നെ നിൽക്കണ്ടേ? സുസ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ ആ ഡെമോക്രാറ്റൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വരണമെങ്കിൽ ആ ഡെമോക്രാറ്റിക് ആശയം വരേണ്ടത് പുതിയ തലമുറയിലേക്കാണ്. ആ പുതിയ തലമുറയിൽ അത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് സമീപനം ആവശ്യമില്ലാത്തതെന്നുള്ളത് സാറ് പറഞ്ഞത് ശരി. പക്ഷേ അതിൽ ഇപ്പോഴും പൊളിറ്റിക്കലായിരിക്കണം ക്യാമ്പസ്. കാരണം ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിലേക്ക് വരുന്ന തലമുറയാണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം സാറ് ഈ ചോദ്യത്തിൽ തന്നെ തുടങ്ങി. അതായത് വിദ്യാർത്ഥി സംഘടന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് വിദ്യാർത്ഥി സംഘടന സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമോ? നയപരമായ പ്രശ്നമാണ്. അപ്പോൾ സർക്കാർ പിന്നീട് ഞാൻ അതിൻ്റെ ആശയം പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതെ അത് ഞാൻ കൃത്യമായിട്ട് സയൻസ് പറഞ്ഞു, അതാണ്. ബാക്കി അതിൻ്റെ പ്രായോഗിക നടപടി അത് സർക്കാർ ആലോചിച്ച്. അതുപോലെ കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങാൻ തീരുമാനിച്ചതാണ് വിദേശ സർവകലാശാലകൾ. ആ വിദേശ സർവകലാശാലകളെക്കുറിച്ച് ഇപ്പോൾ ഈ ഗവൺമെൻറ് നയം എന്താണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതുപോലെ നമ്മൾ വിദേശത്തൊക്കെയുള്ള സ്കൂളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സ്കൂളിംഗ് എന്ന് പറയുന്ന സിസ്റ്റമുള്ള പല രാജ്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏത് സ്കൂളിൽ തൻ്റെ കുട്ടി പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റാണ്.
ആ രൂപത്തിൽ വന്നില്ലെങ്കിൽ പോലും നമ്മുടെ സർക്കാർ അതുപോലെ തന്നെ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ മക്കളെങ്കിലും ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നുമില്ലെങ്കിൽ 12ാം ക്ലാസ് വരെയെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണമെന്നുള്ള ഒരു നിലപാടെടുത്താൽ അതത് രക്ഷിതാക്കളുടെ ആവശ്യമായി മാറും. തൻ്റെ മകൻ പഠിക്കുന്ന തൻ്റെ മകൾ പഠിക്കുന്ന സ്കൂള് മികവിൻ്റെ കേന്ദ്രമാവണം എന്നുള്ളത് അത്തരം ആളുകളുടെ കൂടി ഉത്തരവാദിത്തമാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മുമ്പ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏത് വിഷയം പഠിച്ചാലും പ്യുവർ സയൻസ് ആയാലും ഇപ്പോൾ ചേർത്തിട്ടുള്ള പുതിയ സയൻസിൻ്റെ വകഭേദങ്ങളായാലും ഏത് കോഴ്സ് പഠിച്ചാലും ഒരു പേപ്പർ മാനവീയ വിഷയമായിരിക്കണമെന്നും ആ മാനവീയ വിഷയം പഠിക്കേണ്ടത് മലയാളത്തിലായിരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുമ്പ് വന്നിരുന്നു. അത് വളരെ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാൻ. 3 ചോദ്യമായി. വിദേശ സർവകലാശാല സംബന്ധിച്ച് അതിലൊരു പ്രശ്നമുണ്ട്. അതായത് 2 തരത്തിൽ ഇൻ്റർവെൻഷൻ വരാം. ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആവാം വിദ്യാഭ്യാസം. അതിനൊരിക്കലും ഈ സർക്കാർ അനുവദിക്കില്ല ഇപ്പോഴത്തെ നിലയ്ക്ക്, പ്രത്യേകിച്ചും കാരണം ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫൈനാൻസ് ക്യാപിറ്റലാണ്. ഇന്ന് ഫൈനാൻസ് ക്യാപിറ്റലാണ് ഗ്ലോബൽ ക്യാപിറ്റൽ. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് ഞാൻ ഇതുവരെ പറഞ്ഞ ജനാധിപത്യ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിനെതിരാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു നിക്ഷേപം അതിലൂടെ സർവകലാശാല മാത്രമല്ല ഇനി എന്തായാലും വന്നാൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സങ്കല്പത്തിന് വിരുദ്ധമാവും. പണം ഇറക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ഫൈനാൻസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഈ സർക്കാർ അനുവദിക്കില്ല. അത് ഇതുകൊണ്ടാണ് ഈ മതനിരപേക്ഷ ജനാധിപത്യം. 1. 2, അക്കാഡമിക് എക്സ്ചേഞ്ച്. അക്കാഡമിക് തരത്തിലത് ആശയം നിറഞ്ഞതാണ്. ആ എക്സ്ചേഞ്ച് ആർക്കോ ആവും. അതുപോലും നമ്മുടെ തനിമയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഇൻ്റർവെൻഷനും നമ്മൾ അനുവദിക്കില്ല. കാരണം എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തനിമ വളർന്നു വരലാണ് വിദ്യാഭ്യാസം. ഒരു ഗ്ലോബലായി ജോലി കിട്ടുക എന്ന് മാത്രമല്ല, അത് തലമുറകൾ വളർന്നു വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തെ ചോദിച്ചത് ഈ പൊതുമേഖലയിൽ പഠിപ്പിക്കുന്നവരൊക്കെ അതല്ലേ ചോദിച്ചത്. അവരുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കും. അതിന് നിയമം വേണ്ട. നിയമം ഉണ്ടാക്കിയിട്ട് അവർ പഠിപ്പിച്ചാൽ അവരുടെ മക്കൾ ഇവിടെ പഠിപ്പിച്ചൊന്നും വരില്ല. അവരിവിടെ പഠിപ്പിക്കാൻ തോന്നുന്ന അന്തരീക്ഷ സ്കൂളിൽ ഉണ്ടാക്കിയാൽ മതി, തന്നെ അവർ പഠിപ്പിച്ചോളൂ. കേരളം മറ്റ് സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുൻപന്തിയിലാണ്, ബേസിക് എഡ്യൂക്കേഷനിൽ മുൻപന്തിയിലാണ്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ആയതിലേക്ക് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ കൂടെ ഉൾപ്പെടുത്തി നിലവാരം ഉയർത്തുന്നതിന് എഡ്യൂക്കേഷൻ ടൗൺഷിപ്പുകൾ ആരംഭിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, അങ്ങനത്തെ ടൗൺഷിപ്പ് എന്നുള്ള ആശയം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു മൗലികമായ വിദ്യാഭ്യാസ സങ്കല്പങ്ങളിൽ ചെറിയൊരു വ്യതിചലനമാണ്. ഒരു കമേഴ്സ്യലൈസേഷൻ്റെ രൂപമാണ്. സംസ്ഥാന സർക്കാരിന് ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറേ കൂടി ആധുനികവൽക്കരിക്കണം. അതാണ് അങ്ങ് സൂചിപ്പിച്ചതിൻ്റെ ഒരു അർത്ഥം. അതാണ് ആ ആധുനികവൽക്കരിക്കണമെങ്കിൽ ഇപ്പോൾ സ്കൂൾ രംഗത്ത് നമുക്ക് ITET സ്കൂൾ, ഒരു പരിധിവരെയൊക്കെ ITET സ്കൂൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നല്ല തരത്തിൽ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അത് കുറേ കൂടി വികസിപ്പിച്ച് നേരത്തെ പറഞ്ഞ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വെബ് സെൽ പോലെ ഉണ്ടാക്കി അതിൽ ഒരു ITET ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വലിയൊരു സങ്കല്പം ആധുനികവൽക്കരണം മാത്രമേ അതിൽ കഴിയുള്ളൂ. അതിനൊരു സങ്കല്പം പോലും സംസ്ഥാന സർക്കാരിനുണ്ട്. ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആകാതെ, എഡ്യൂക്കേഷനൊരു കച്ചവട താല്പര്യം വരാതെ, ജനാധിപത്യപരമായി സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ട്, ജനകീയമായി നിർത്തിക്കൊണ്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഈ പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടാക്കാനാണ്. ഞങ്ങൾ ICT അക്കാഡമിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒത്തിരി ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 3200 ഫാക്കൽറ്റി ഇതുവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 10-15,000 സ്റ്റുഡൻസിനെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു നേരത്തെ ഗിരീഷ് സാറും പറഞ്ഞത്. പക്ഷേ ഈ ഫാക്കൽറ്റി, ഇപ്പോഴത്തെ ന്യൂ ജെൻ ഫാക്കൽറ്റിയെ കാണുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എത്ര പേര് ഒരു ടീച്ചറാവാൻ ആഗ്രഹിച്ച് വരുന്നത്? അതിൽ ഭൂരിഭാഗം ആൾക്കാർ, ഒരു 30 പേര് 40 പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ ഒരു 5 പേരാണ് പറയുന്നത് ഞാൻ പാഷനേറ്റ് ആയിട്ട് ഒരു ടീച്ചറായതാണ്. മറ്റുള്ളവരെല്ലാം പറയുന്നത് വേറെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് അവസാനം അടുത്തൊരു കോളേജ് ഉണ്ടായി, ആ കോളേജിലേക്ക് പഠിപ്പിക്കാനായിട്ട് വരുന്നു. ഇന്നും ക്ലാസ്സുകളിൽ ബുക്ക് മാത്രം കൊണ്ടുപോയി വായിച്ച് പഠിപ്പിക്കുകയും മലയാളത്തിൽ മലയാളത്തിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുകയും
പല എഞ്ചിനീയറിംഗ് ടെർമിനോളജി തന്നെ അവർക്ക് നേരെ അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നും അറിയത്തുമില്ല. ഫാക്കൽറ്റിക്ക് പാഷനേറ്റ് അല്ല, അവർ ജസ്റ്റ് ഒരു ജോബായിട്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഇത് ജോബല്ല, ഇത് ഞാനൊരു നേഷൻ ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ജനറേഷനെ വളർത്താൻ വേണ്ടിയാണ് എന്നൊരു അവബോധം ഉണ്ടാക്കുകയാണ് ഒരു കാര്യം. പണ്ട് അധ്യാപകനാകുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവിടെ ശമ്പളം പോലും ശരിയാ. ഞാനതിനൊരു ഉദാഹരണമാണ്. ഞാൻ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ 79 MSc കഴിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ എന്താണ് ട്രെയിനിങ് സ്കൂളിൽ ഫസ്റ്റായിട്ട് സെലക്ഷൻ കിട്ടിയ ആളാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്നറിയാം. അന്ന് 79 MSc പാസ്സായ ഉടനെ. പക്ഷേ സെൻറ്റ് തോമസ് കോളേജിൽ ഒരു അധ്യാപകനായിട്ട് ജോലി കിട്ടാവുന്നപ്പോൾ വിതിൻ നോ ടൈം അതെല്ലാം കളഞ്ഞ് പഠിപ്പിക്കാൻ കൊണ്ട് എത്തുക ചെയ്തത്. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് ചോദ്യമാണ് അപ്പോൾ അങ്ങ് ചോദിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായിട്ടുള്ള സങ്കല്പങ്ങൾ ജനതയോടൊപ്പം ചേർന്ന് പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ അതിലെ വരുന്ന കുട്ടിക്കും തോന്നും. അതാണ് എൻ്റെ സയൻസ്. നേരെ മറിച്ച് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെയെങ്കിലും ആരെ വെട്ടിച്ചാലും വേണ്ടില്ല, ആരെ തട്ടിച്ചാലും വേണ്ടില്ല, എനിക്കൊരു ഡോക്ടറായിട്ട് കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ പിന്നെ ടീച്ചറാവാനല്ല അവനത്. ഈ സമൂഹത്തെ വാർത്തെടുക്കാനല്ല ഞാൻ പഠിക്കുന്നത്. എനിക്കിതിരി പണം ഉണ്ടാക്കുക, എനിക്ക് കെട്ടിടം ഉണ്ടാക്കുക, വീടുണ്ടാക്കുക, കാറുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന്. അത് കമേഴ്സ്യലൈസേഷനിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം പോയത്. അവിടെ നല്ല ടീച്ചേഴ്സ് ഇല്ലാണ്ടാവുന്നു. പിന്നെ നല്ല മാതൃക ടീച്ചേഴ്സിന് എനിക്കൊരു മാതൃകയുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു ടീച്ചറൊരു മാതൃകയുണ്ട്. അത്തരത്തിലുള്ള ടീച്ചേഴ്സ് മാതൃക ഇതൊക്കെ ഈ പറയുന്നതിൽ നിന്ന് നഷ്ടപ്പെട്ടു. ടീച്ചർക്കും അത് ലക്ഷ്യമായിട്ട് മാറുകയാണ്. എല്ലാം ബേസ് ഡെമോക്രാറ്റിക് സെക്യുലർ അല്ലാതാവുമ്പോൾ അതിൻ്റെ ചലനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അതിൻ്റെ പ്രശ്നമാണ് അങ്ങനത്തെ. ഇതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ബേസ് കറക്റ്റാക്കിയാലേ പറയുള്ളൂ. അത് വരും, ഒരു സംശയമില്ല. പല ഗ്രാമങ്ങളിലെ സ്കൂളുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലുമായിട്ട് 10-16 കുട്ടികളും അവർക്ക് എല്ലാവർക്കുമായിട്ട് 1-2 അധ്യാപകരും മാത്രമാണുള്ളത്. ഇത്തരത്തിലുള്ള അവസ്ഥയിലുള്ള സ്കൂളുകളെ നമ്മൾ പുനരുദ്ധരിക്കുമ്പം അതിൻ്റെ ഒരു തുടക്കം അത് എവിടെ നിന്നായിരിക്കും? നമ്മൾ അധ്യാപകരെ അവിടെ സഫീഷ്യൻ്റായിട്ട് അധ്യാപകരുണ്ടാവില്ല. കുട്ടികൾ പല ക്ലാസ്സുകളിലും 1-ാം ക്ലാസ്സിൽ 1-2 കുട്ടികൾ, 3-ാം ക്ലാസ്സിൽ 5-6 കുട്ടികൾ, അങ്ങനെ ഒരു വ്യക്തമായ റേഷ്യോ ഉണ്ടായിരിക്കില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ പല സ്കൂളുകളും. ഈ ഒരു സ്കൂളുകൾക്ക് ഒരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുമ്പം അത് എങ്ങനെയായിരിക്കും നമ്മൾ ആരംഭിക്കുന്നത്? ആദ്യം കുട്ടികളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക. അതായത് ഒരു സ്ഥാപനം അനാകർഷകമാകുമ്പോഴാണ് അവിടേക്ക് കുട്ടികൾ വരാത്തത്. ഇതൊരു മനുഷ്യ സഹജമായ ഒന്നാണ്. ഏതാണ് ആകർഷകമായ അങ്ങോട്ട് പോകാൻ തോന്നുന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മനുഷ്യ സഹജ ചിന്തയാണ്. നല്ല ഭക്ഷണം എന്ന് കാണുമ്പോൾ നമുക്കത് കഴിക്കണം തോന്നുന്ന പോലെ തന്നെ തോന്നുകയാണ്. അപ്പോൾ അത് മറികടക്കാനുള്ള വഴി അതുപോലെയോ അതിനേക്കാൾ ആകർഷണീയമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം എന്ന് വരുത്തി തീർക്കുക എന്നത് തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുക എന്നുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമാണെന്ന് സാറ് പറഞ്ഞ്, ഇത് പൊതുവിദ്യാഭ്യാസം തകരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഞാൻ 1979 10ാം ക്ലാസ് കഴിഞ്ഞതാണ്. ആ കാലഘട്ടത്തിൽ 1-ൽ ചേർന്നാൽ 10ാം ക്ലാസ് വരെയും ഒരു കുട്ടിയും തോൽക്കൂല, എല്ലാവരും പാസ്സായിട്ട് ഈ സിസ്റ്റം എന്തെങ്കിലും മാറ്റാനുള്ളൊരു തീരുമാനം സാർ എടുക്കുമോ എന്നാണ് ഞാൻ. അല്ലെ, നിലവിലുള്ള ചില സിസ്റ്റങ്ങൾ അത് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണത്. നോക്കൂ, ഇപ്പോൾ പരീക്ഷ മാറ്റുമോ? എന്നോട് ഒരുപാട് പേര് പല ചോദ്യങ്ങൾ എഴുതിക്കൊണ്ട് ഈ എന്താണ് നിയമനം PSCക്ക് വിടുക, ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ് അങ്ങ് ചോദിച്ചും വളരെ പ്രസക്തമായ. പക്ഷേ ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു സർക്കാർ നേരിട്ട് ഏകപക്ഷീയമായിട്ട് അങ്ങനെ മാറ്റരുത് അഭിപ്രായമാണുള്ളത്. കാരണം ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ അതിലുള്ള എല്ലാവരെയും ജനാധിപത്യപരമായി ബോധ്യപ്പെടുത്തി അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി ആ ചേഞ്ച് നടത്താവും. അങ്ങനെ നടത്തിയാൽ ശാശ്വതമാവും. ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ എയ്ഡഡ് സ്കൂളുകളിലും എയ്ഡഡ് കോളേജുകളിലുമുള്ള അധ്യാപക നിയമനം ഒരു വലിയ വിഷയം തന്നെയാണ്. ഈ മാനേജർമാരെയും ട്രസ്റ്റുകളെയും ഒക്കെ ഈ ഡെമോക്രാറ്റൈസേഷൻ പ്രോസസ്സ് പറഞ്ഞ് മനസ്സിലാക്കി അവർ സാമൂഹ്യപരമായി അവരുടെ കടമ തിരിച്ചറിഞ്ഞ് വേണ്ട നിങ്ങൾ നിയമനങ്ങൾ മുഴുവൻ സർക്കാർ ചെയ്തുകൊള്ളൂ എന്ന് പറയുമെന്ന് സാറ് ശരിക്കും വിശ്വസിക്കുന്നു? അല്ല, അങ്ങനെയല്ല. അത് സ്വാഭാവികമായിട്ട് അത് അങ്ങനെ അല്ലാതെ പറ്റില്ല, ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ട് മനസ്സിൽ ചിന്ത വരും. ഇതിപ്പോൾ മാനേജർമാരെ തോൽപ്പിക്കാനുള്ള വഴിയാണെന്നോ ന്യൂനപക്ഷ സമുദായം ഇങ്ങനെ പല തരത്തിലും അതിനെ വ്യാഖ്യാനിക്കുക. ആ രീതിയിൽ ഇടപെട്ടാൽ ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്ന വലിയ എതിർപ്പാണ്. നമ്മൾ അങ്ങനെ എതിർപ്പുണ്ടാക്കിയാൽ ഡെമോക്രറ്റൈസേഷൻ എന്നുള്ള പ്രോസസ്സിന് തടസ്സമുണ്ടാവും. സയൻസാണത്, വേറൊന്നുമില്ല, അത് തടസ്സമുണ്ടാവും. ദാറ്റ് വിൽ ടേക്ക് ടൈം എന്നാണ് പറയുന്നത്.
പതുക്കെ ആലോചിച്ച് ബോധ്യപ്പെടുത്തി ചെയ്യുക എന്നുള്ളത്. മിനിസ്റ്റർ ഓൺ എ മിഷൻ വിത്ത് രവീന്ദ്രനാഥ് അത് വളരെ സജീവമായി മുന്നോട്ട് പോയി. ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. വിശാലമായ ചർച്ച മൂലം സമയപരിധിക്ക് അപ്പുറത്തേക്ക് റെക്കോർഡിംഗ് പോകുന്ന തരത്തിലേക്ക് പോയി. വളരെ സജീവമായി ഇടപെട്ട സദസ്യർക്ക് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതൊരു വമ്പിച്ച വിജയമാക്കി തീർക്കുകയും ചെയ്ത മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥിന് വളരെ സന്തോഷത്തോടു കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയും.